നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്ന് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നും കാണാൻ പോകുന്നത്. ഓരോ അപകടത്തിൽ നിന്നും പലതരം പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ വാഹനം നോക്കുക. അടഞ്ഞു കിടക്കുന്ന ഷോപ്പിൻ്റെ അകത്തേക്കാണ് കയറി പോയിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ അടഞ്ഞിട്ടാണുള്ളത്. വാഹനത്തിൻ്റെ മുൻപ് ഭാഗം നിങ്ങൾ നോക്കുക. ഷട്ടർ തള്ളി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. കണ്ടില്ലേ? മുൻപ് റൈറ്റ് സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്രത്തോളം അകത്തോട്ട് കയറിയിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി വണ്ടിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യമായുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറ്റേ സൈഡിൽ ചെറുതായിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിനെ ഇടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വാഹനം കയറിപ്പോയത്. ഈ വാഹനത്തിൻ്റെ മറ്റേ സൈഡ് നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഈ കാറ് മറ്റൊരു കാറിനെ ഇടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതാ സൈഡിലൊക്കെ നോക്കിയേ ഇതേപോലെ ചളുങ്ങിയിട്ടുണ്ട്. സ്ക്രാച്ചൊക്കെ നിങ്ങൾക്ക് കാണാം. നോക്കിയേ, ഫ്രണ്ട് ഡയറക്റ്റ് ഇത് ഇവിടെ വന്ന് ഇടിച്ചതാണ്. ബോണറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ശക്തമായ ഒരു ആക്സിഡൻ്റ് ആണ് ഇതെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു പില്ലറിന് ടച്ചായിട്ടാണ് വണ്ടി ഇവിടെ നിന്നിരിക്കുന്നത്. ഷട്ടറൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഡാമേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടി ചിതറിയിട്ടില്ലെങ്കിലും ഇതാ ഒരു സൈഡ് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെയാണ് കാറിൻ്റെ അവസ്ഥ. കാറിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഡാമേജുകളൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിൽ സഞ്ചരിച്ച ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. എങ്ങനെയാണ് അപകടം നടന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാൻ കഴിഞ്ഞത്, കാറ് ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരികയായിരുന്നു. ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ വളവ് തിരിഞ്ഞ് വരുന്ന സമയത്ത് മറ്റൊരു കാറിനെ ഇടിക്കുകയും ഇടിച്ചിട്ട് കൺട്രോൾ തെറ്റി നേരെ ഈ ഒരു ഷോപ്പിനകത്തോട്ടേക്ക് കയറിപ്പോയതാണ്. അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഒരുപാട് ആളുകളൊക്കെ ഇവിടെ സൈഡിൽ കൂടി നിന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാതെ. അപ്പോൾ കാറ് തിരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. തിരിച്ച് അത് റിട്ടേൺ ആക്കാനുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാറ് തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു. പിന്നീട് വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ അത് സ്റ്റഡിയാക്കാനും കൂടെ പറ്റണം. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ സ്പീഡ് കുറക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വരില്ലേ എന്ന്. ചില കാറുകളിൽ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും വരിക, റിട്ടേൺ വരുന്നത് കുറവായിരിക്കും. ചില കാറുകളിൽ വളരെ ഈസി ആയിട്ട് റിട്ടേൺ വരും. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊരു മിനിമം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ വരികയുള്ളൂ. വളരെ മെല്ലെ പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരികയില്ല. അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റിയറിംഗ് പർപ്പസ്ഫുള്ളി റിട്ടേൺ ചെയ്യണം. വാഹനം മറ്റൊരു കാറിലേക്ക് ഇടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കൺട്രോൾ തെറ്റിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഒരു വാഹനത്തിനാണ് ഇടിച്ചത്. കണ്ടില്ലേ? ഇതിൻ്റെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക, നല്ല കൺട്രോളോട് കൂടിയിട്ട് വാഹനം ഓടിക്കുക. സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ആക്കാൻ മറന്നു പോകരുത്. അഥവാ റിട്ടേൺ ആയില്ലെങ്കിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യണം.